Hello, students. Welcome to Business Law Academy. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ഭാഗം ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റെ പറ്റിയാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനെ പറ്റി ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ക്വാസി കോൺട്രാക്റ്റിൻ്റെ വിപുലീകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വൈഡായ ഒരു എക്സ്പ്ലനേഷൻ ഞാനന്ന് നൽകിയിട്ടില്ല. അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ മാത്രമായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചിരുന്നത്. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് തന്നെയാണ് ക്വാസി കോൺട്രാക്റ്റ്. ഈ ക്ലാസ്സിൽ ക്വാസി കോൺട്രാക്റ്റെ പറ്റി കൂടുതലായി അറിയുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. എന്താണ് ക്വാസി കോൺട്രാക്റ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എത്ര ടൈപ്പ് ക്വാസി കോൺട്രാക്റ്റ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായും ഈ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം അതിൻ്റെ ഉള്ളടക്കം എന്തിനെ പറ്റിയാണ് അത് പറയുന്നത് എന്നുള്ളതിന് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിളാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പലരും റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെർട്ടിക്കുലർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ടാക്സിക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അങ്ങനെ ആ ടാക്സിക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ടാക്സി, അതായത് നിങ്ങൾക്ക് ഒരു പരിചയവുമില്ല ആ ടാക്സി ഡ്രൈവർ. ഒരു ടാക്സിക്കാരൻ നിങ്ങളുടെ ആ നിപ്പ് കണ്ടുകൊണ്ട് നിങ്ങളുടെ ആ ഇൻറ്റൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ പ്രവൃത്തി മനസ്സിലാവുകയും നിങ്ങൾ നിങ്ങളുടെ സൂട്ട് കേസും മറ്റു കാര്യങ്ങളും ആ കാറിൽ വെക്കുകയും ആ കാറിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങളുടെ ആ ഭാവം കണ്ടിട്ടായിരിക്കണം ആ ടാക്സി ഡ്രൈവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ അടുത്തേക്ക് വരുന്ന സമയം ഈ ടാക്സി ഡ്രൈവർ ഒരു ഓഫർ എന്നുള്ള രീതിയിലൊന്നും നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ ഒരു ആക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിലും നിങ്ങളൊന്നും പറയുന്നില്ല ആ ടാക്സി ഡ്രൈവറോടും. നിങ്ങൾ ആ ടാക്സി ഡ്രൈവറിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ സൂട്ട് കേസ് ടാക്സി ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ ആ ടാക്സിയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഡെസ്റ്റിനേഷൻ, നിങ്ങളെ വണ്ടിയിൽ കയറിയ ശേഷമാണ്, സാധാരണഗതിയിൽ വണ്ടിയിൽ കയറിയ ശേഷമാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ പറയാറ്. ഈവൺ അതിനു മുമ്പേ നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ കാറിൽ കയറുന്നേക്കാൾ മുമ്പ് പറയുന്ന ഒരു പതിവുമുണ്ട്. ഇപ്പോഴത്തെ മോഡേൺ ഇറയിൽ ആപ്പ് വഴിയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഒരിക്കലും ആപ്പ് വഴിയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇവിടെ സ്യൂട്ട് ആവുകയില്ല. കാരണം അവിടെ ഓഫർ ആക്സെപ്റ്റൻസ് ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും പറയുന്നുമില്ല, അദ്ദേഹം ആ ടാക്സി ഡ്രൈവർ ഒന്നും നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നുമില്ല. ജസ്റ്റ് ആ വോളണ്ടറി ആക്ട് ആണ് അവിടെ കാണുന്നത്. ഒരു പ്രവൃത്തി അവിടെ നടക്കുകയാണ്. ആ പ്രവൃത്തിക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ, അങ്ങനെയുള്ള എഗ്രിമെന്റുകളെയാണ് നമ്മൾ ക്വാസി എഗ്രിമെന്റ്സ് ഓർ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു ടാക്സി ഡ്രൈവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ ടാക്സി ഡ്രൈവർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. നിങ്ങൾക്ക് ആള് എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്കും മനസ്സിലായി. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ പെട്ടിയെടുത്ത് ആ കാറിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾ ആ കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഓഫർ ആക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് ക്വാസി കോൺട്രാക്റ്റായി വിളിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പ്രധാനം ഈ ഒരു വ്യത്യാസം തന്നെയുള്ളൂ. അതായത് ഒരു ഓഫർ ആക്സെപ്റ്റൻസ് കൺസിഡറേഷൻ പ്രൊസീജിയർ ക്വാസി കോൺട്രാക്റ്റിൽ കാണാറില്ല. ഓക്കെ. അപ്പോൾ അത് എല്ലാം ഉദ്ദേശിക്കുന്ന വോളണ്ടറി ആക്ട്. ആ വോളണ്ടറി ആക്ടിലൂടെ മാത്രമാണ് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ടാക്സി ഡ്രൈവറിൻ്റെ കേസിലും മാത്രമല്ല, നമ്മൾ ഇപ്പോൾ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലും നമ്മുടെ ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പേരിലും ഒക്കെ നമ്മൾ ക്വാസി കോൺട്രാക്റ്റുകൾ ചേരാറുണ്ട്, അല്ലേ? നമ്മൾ പരസ്പരം സഹായിക്കാറുണ്ട്. അതും നമ്മൾ ആരും നമ്മളോട് ആവശ്യപ്പെടാതെ തന്നെ പലരും നമ്മളെ സഹായിക്കാറുണ്ട്, നമ്മൾ അവരെയും സഹായിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിൻ്റെ ആ ഒരു ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇത് വളരെ സുപരിചിതമായ ഒരു എക്സാമ്പിളാണ്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയെന്നിരിക്കുക, ഒരു ഡൽഹി എന്ന് വിചാരിക്കുക. ആ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ആ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ധാരാളം സൂട്ട് കേസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് ടാക്സി സ്റ്റാൻഡിൽ പോവുക അസാധ്യം തന്നെയാണ്. അങ്ങനെ ശങ്കിച്ചിരിക്കുന്ന സമയത്താണ് അവിടെയുള്ളൊരു കൂലിക്കാരൻ നിങ്ങളുടെ ആ മനസ്സിലിരിപ്പ്, അതായത് നിങ്ങൾക്കൊരു സഹായം വേണമെന്നുള്ള ഒരു ഉദ്ദേശം കണ്ടുകൊണ്ട് അദ്ദേഹം ആ പെട്ടിയെടുത്ത് അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളുടെ ആ പെട്ടി എടുക്കുന്നു. ആ പെട്ടിയെടുത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അതവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കൂലി കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അല്ലേ? സാധാരണഗതിയിൽ പെട്ടിയെടുക്കുന്നതിനേക്കാളും മുമ്പ് നമ്മൾ കൂലി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളതിനും ക്വാസി കോൺട്രാക്റ്റ് എന്ന് തന്നെയാണ് പറയാം. അവിടെ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ കാണില്ല. സാധാരണഗതിയിൽ നമ്മൾ വളരെ തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ചെറിയ ചെറിയ സൂട്ട് കേസൊക്കെ ആണെങ്കിൽ കൂലിക്കാർ ഓടി വരുമ്പോഴേക്കും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്താറുണ്ട്. അപ്പം തന്നെ അവിടെ റിജക്ഷൻ വരികയാണ്. അതേസമയം നമ്മൾ ആ പെട്ടി എടുക്കുന്ന നിമിഷം തന്നെ നമ്മൾ ചോദിക്കുന്നത് പൈസ എത്രയാണ് എന്നുള്ളതൊക്കെ ചോദിക്കും. അങ്ങനെ സമ്മതമാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതിനെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിൻ്റെ ആ ഒരു പ്രൊസീജിയർ സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടാവുകയില്ല. കോൺട്രാക്റ്റുകളിൽ നമ്മളൊരു എഗ്രിമെൻ്റ് ഫോം ചെയ്യുമ്പോൾ ആദ്യം പോകേണ്ടത് പ്രപ്പോസലാണ്, ഓഫറാണ് എന്ന് നമ്മൾ എപ്പോഴും പഠിക്കുന്ന നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആക്സെപ്റ്റൻസ് വരും. ഓഫർ ഇല്ലാതെ ഒരു ആക്സെപ്റ്റൻസ് കടന്നു വരികയില്ല. ആക്സെപ്റ്റൻസ് വരണമെങ്കിൽ അവിടെ ഒരു കൺസിഡറേഷൻ വരണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പ്രൊസീജിയർ പോലെയാണ് പോകുന്നത്. ആദ്യം ഓഫർ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ. പക്ഷെ ക്വാസി കോൺട്രാക്റ്റുകളിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടാവുകയില്ല. ക്വാസി കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്നത് ആ ഒരു കൺസിഡറേഷന് മാത്രമായിക്കൊരു മൂല്യം ഉണ്ടാവുകയുള്ളൂ, ആ സമ്മതത്തിന് മാത്രം. അതോടൊപ്പം തന്നെ ക്വാസി കോൺട്രാക്റ്റിന് മറ്റൊരു പ്രത്യേകത, അവിടെ ഒരു സ്റ്റാമ്പ് പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ലോയുടെ, നമ്മൾ എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എക്സെപ്ഷനായി കാണുന്ന അല്ലെങ്കിൽ അതിൽ രജിസ്റ്റേർഡ് സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ ഒരു കാര്യവും ഇവിടെ കാണുകയില്ല. ഇവിടെ രജിസ്റ്റേർഡ് ബൈ ലോ എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്റ്റേറ്റ് ലോ റൂൾസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വർക്കേഴ്സ് ആക്ട് ഉണ്ട്. സത്യത്തിൽ നമുക്ക് കൂലി കൊടുക്കുന്നതിന് ഇത്ര കൂലി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ആക്ടൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ ഹെഡ് ലോർ വർക്കേഴ്സ് ആക്ട് എന്നാണ് അതിനെ ഒരു സാധാരണ പറയാറ്. അപ്പോൾ അതിൽ പരാമർശിച്ചിരിക്കുന്ന കൂലിയേക്കാൾ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതിനെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരാവകാശങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള
ആക്ടുകൾ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കൂലിക്കാരനെ കാണുമ്പോൾ അദ്ദേഹം പെട്ടി എടുക്കാൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പറയില്ല നമുക്ക് സ്റ്റാമ്പ് പേപ്പർ വേണം, ഓഫർ ലെറ്റർ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിർബന്ധിക്കുന്നുമില്ല അല്ലേ. അപ്പോൾ എന്നാലും നമ്മൾ അവിടെ ഒരു കോൺട്രാക്ട് ചേരുകയാണ്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ക്വാസി കോൺട്രാക്റ്റുകളെല്ലാം എൻഫോഴ്സിബിൾ ബൈ ലോയാണ്. നമുക്കൊരു നിസ്സാര കാര്യം ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഇപ്പോൾ കൂലിക്ക് ഈ പെട്ടി എടുത്ത് പോയിട്ട് ഒരു അന്യായമായ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അധികാരാവകാശങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനനുസരിച്ചുള്ള ഒരു ആക്റ്റും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് ഉണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടാണ് കൂലിയൊക്കെ അവർക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇനി അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് ഈസ് എ വോളണ്ടറി ആക്ട് ഓഫ് എ മാൻ. വോളണ്ടറി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോം വിച്ച് ദർ റിസൾട്ട് എനി ഒബ്ലിഗേഷൻ വാട്ട് എവർ ടു എ തേർഡ് പേഴ്സൺ. അപ്പോൾ ക്വാസി കോൺട്രാക്റ്റിൽ ഒരു പ്രോമിസി എന്നുള്ള ഘടന അവിടെ കാണുകയില്ല. അവിടെ ഒരു വോളണ്ടറി ആക്ട് വരികയാണ്. ആ കൂലിക്കാരനെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വലിയ പരിചയവും കാണില്ല, അദ്ദേഹത്തിൻ്റെ വീടോ അഡ്രസ്സോ ഒന്നും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി ഒരു വോളണ്ടറി ആക്ട് ആവുന്ന ഒരു കാര്യത്തെ ക്വാസി കോൺട്രാക്ട് എന്ന് പറയും. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ പാർട്ടീസ്. ഇവിടെ എന്താണ് റെസിപ്രോക്കൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ പാർട്ടീസ് എന്ന് പറയാൻ കാരണം? ഇപ്പോൾ നമ്മൾ കൂലി വർക്കാറിൻ്റെ കാര്യം തന്നെ എടുത്തേക്കാം. ആ പെട്ടി എടുത്തുകൊണ്ട് നിങ്ങൾ പറയുന്ന ഡെസ്റ്റിനേഷനിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാധ്യത വരുന്നുണ്ട്. ആ എടുത്ത ജോലിക്ക് ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ കൂലി കൊടുക്കണം എന്നുള്ളത്. അതാണ് ഒരു ഒബ്ലിഗേഷൻ. രണ്ടാമത്തെ ഒബ്ലിഗേഷൻ, അന്ന് ആ കൂലിക്കാരൻ്റെ ഒബ്ലിഗേഷൻ എന്താണ്? നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ആ പറയുന്ന പെട്ടി അവിടെ കൊണ്ടുവയ്ക്കണം എന്നുള്ള ആ കാര്യം. അങ്ങനെ റെസിപ്രോക്കൽ അന്യോന്യമുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ടാവും ബിറ്റ്വീൻ പാർട്ടീസിൽ ക്വാസി കോൺട്രാക്റ്റിൽ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ക്വാസി കോൺട്രാക്ട് റെക്കഗ്നൈസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂലി വർക്കിൻ്റെ, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച കൂലി വർക്കിൻ്റെ ആണെങ്കിൽ ഹെഡ് ലോഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു നിയമമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന, അപ്പോൾ എല്ലാം ടാക്സിക്ക് വേറെയാണ്. ഓക്കെ, ടാക്സിക്കൊക്കെ വേറെയാണ്. ചിലപ്പോൾ സ്റ്റേറ്റ് ലോസ് ആയിരിക്കും അതിനുണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ ആക്ട് ഉണ്ടാവും, ചിലപ്പോൾ സർക്കുലർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതായിരിക്കും ഇരിക്കുന്ന നിയമത്തിലൂടെയായിരിക്കും ക്വാസി കോൺട്രാക്ട് ഉണ്ടാവുക. അപ്പോൾ ക്വാസി കോൺട്രാക്റ്റിൽ അംഗീകരിക്കുന്ന രണ്ട് നിയമങ്ങളിൽ ഒന്ന് കോൺട്രാക്ട് ആക്ട് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് കോൺട്രാക്ട് അറ്റ് ഓൾ ബിക്കോസ് വൺ ഓർ അതർ എസെൻഷ്യൽ ഓഫ് ഇൻഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ആർ ആബ്സെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫർ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ക്വാസി കോൺട്രാക്റ്റിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോർമേ നമ്മൾ പക്ഷേ ഒരു കംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആകുമ്പോഴോ അവിടെ ഓഫറിനൊരു രേഖ വേണം, ആക്സെപ്റ്റൻസിനൊരു രേഖ വേണം, കൺസിഡറേഷനൊരു രേഖ വേണം. അപ്പോൾ അങ്ങനെ അതിനുള്ള രേഖകൾ കാണിക്കുന്ന പോലെ ക്വാസി കോൺട്രാക്റ്റുകൾക്ക് ഒരു രേഖ ഉണ്ടാവുകയില്ല. ഇറ്റ് ഈസ് ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ, നോട്ട് ബൈ കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്റ്റിൽ ഇമ്പോസ്ഡ് ബൈ ലോ നോട്ട് ബൈ കോൺട്രാക്ട് എന്ന് പറയാൻ കാരണം കോൺട്രാക്റ്റിന്റെ ഒരു ആബ്സെൻസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു മാന്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് കൂലിക്കാരൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് നിങ്ങൾ അതിൻ്റെ കൂലി നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഒരു മാന്യമായ കാര്യം. അത് ഇമ്പോസ് ചെയ്യാനുള്ള നിയമങ്ങളും ഉണ്ട്. നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊരു കോൺട്രാക്ട് വഴിയല്ല, ഒരു മ്യൂച്വൽ ഒബ്ലിഗേഷൻ വഴിയാവും ലോപരമായിട്ടുമാണ് ക്വാസി കോൺട്രാക്റ്റുകൾ ഉണ്ടാവുക. ഫീച്ചേഴ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ ലോ, നോട്ട് ബൈ എഗ്രിമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിക്കൊണ്ട് ഒരിക്കലും ഒരു കൂലി വർക്കുകാരോ നിങ്ങളോ നടക്കുകയില്ല. ഈ സൂട്ട് കേസ് അവിടെ എത്തിക്കാനുള്ള കരാറുകളൊന്നും ഉണ്ടാക്കിയില്ല. ദാറ്റ് ഇസ് എ മ്യൂച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ യു ആൻഡ് ദാറ്റ്
പറയുന്ന വർക്കറുമായിട്ടുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ആണ്. എന്നാൽ അത് എങ്ങനെ നിയമപരമായി അംഗീകരിക്കപ്പെടും? ഒന്നല്ലെങ്കിൽ കോൺട്രാക്ട് ആക്ട് പ്രകാരം അത് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റൂൾസ്. ഇപ്പൊ കൂലിയാണെങ്കിൽ ഹെഡ് ലോഡ് വർക്കേഴ്സ് ആയിരിക്കും, ടാക്സി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ലോപരമായിട്ടുള്ള കാര്യങ്ങളിലും അത് അംഗീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. The duty of a party, not the promise of any party. ഇവിടെ കോൺട്രാക്റ്റിൽ നമ്മൾ പഠിക്കുന്നു, once a consideration is from, then that offer became promise എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ക്വാസി കോൺട്രാക്റ്റിൽ ഒരു പ്രോമിസ് അല്ല, ഇറ്റ് ഈസ് എ ഡ്യൂട്ടി. ആ പ്രോമിസിന്റെ അവിടെ നമ്മൾ ഡ്യൂട്ടിയാണ് വരുന്നത്, അത്രേ ഉള്ളൂ. ആ ഡ്യൂട്ടി, അതായത് ഇപ്പൊ നിങ്ങൾ ഹെഡ് ലോഡ് വർക്ക് ആ കൂലിക്കാരാ പെട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഡെസ്റ്റിനേഷനിൽ കൊണ്ടുവയ്ക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാ. അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാശ് കൊടുക്കണം നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതൊരു പ്രോമിസ് അല്ല, അത് നിങ്ങൾക്കുള്ള ബാധ്യതയാണ്. അതേസമയം കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല. കോൺട്രാക്റ്റിൽ ഒരു പ്രോമിസ് ആണ് ഉണ്ടാവും. നിങ്ങൾ സമ്മതം മൂളിക്കഴിഞ്ഞാൽ ആ സമ്മതം മൂടുന്നതനുസരിച്ച് അവിടെ പ്രോമിസ് ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ക്വാസി കോൺട്രാക്റ്റിനെയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. The right under it is always a right to money. സാധാരണഗതിയിൽ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ഒരു മണി മാറ്റർ മാത്രമല്ല, ചിലപ്പോൾ ഒരു പ്രോമിസ് പരമായ കാര്യങ്ങളിലും വരാറുണ്ട്. എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ തീർക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ ഒരു മണിയുടെ മാറ്ററിലേക്ക് വരികയില്ല, അല്ലേ? നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. നമ്മൾ സെക്ഷൻ 25 ക്ലോസ് 2 നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഗിഫ്റ്റ്, ഒരു സമ്മാനം കൊടുക്കുന്നത് ഒരിക്കലും ഒരു ലവ് ആൻഡ് അഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്, അല്ലേ? നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ കൺസിഡറേഷൻ നമ്മൾ ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. പക്ഷേ ക്വാസി കോൺട്രാക്റ്റിൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കാണുകയില്ല. സാധാരണഗതിയിൽ അത് പണപരമായ കാര്യങ്ങളിലേ വരികയുള്ളൂ. The right under it is available against specific person, not against the world. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൂലിക്കാരന് കൊടുക്കാനുള്ള ആ ബാധ്യത, അല്ലെങ്കിൽ കൂലിക്കാരൻ ചെയ്യാനുള്ള ആ ബാധ്യത കൂലിക്കാരൻ തന്നെ ചെയ്യണം. പക്ഷേ ആ പേരും പറഞ്ഞ് യൂണിയൻ ട്രേഡേഴ്സിനെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരാവകാശങ്ങളില്ല. അത് സാധാരണ കോൺട്രാക്റ്റിലും ഇല്ല. കോൺട്രാക്റ്റിൽ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കൂലിക്കാരനെതിരെയാണെങ്കിൽ കൂലിക്കാരന് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഒരു കമ്പനിക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരാവകാശങ്ങളുണ്ട്. ഈവൻ അതിന്റെ ഒരു പേഴ്സൺ ആണ് ആ പറയുന്ന ഒബ്ലിഗേഷൻ ബ്രീച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ ആ പേഴ്സണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന കമ്പനിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാനുള്ള അധികാരാവകാശങ്ങളുണ്ട്. അങ്ങനെ ഒരു കാര്യം ക്വാസി കോൺട്രാക്റ്റിൽ ഉണ്ടാവുകയില്ല. A suit for its breach may filed in the same way as the case of complete contract. ഒരു കംപ്ലീറ്റ് കോൺട്രാക്ടിന്റെ ബ്രീച്ച് ഉണ്ടാകുമ്പോൾ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് പോലെ ക്വാസി കോൺട്രാക്റ്റിലും നമുക്ക് സ്യൂട്ടൊക്കെ ഫയൽ ചെയ്യാനുള്ള അധികാര അവകാശങ്ങളുണ്ട്. ഇനി പഠിക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം. സാധാരണഗതിയിൽ എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ എക്സാംസിനും, പ്രത്യേകിച്ച് കോൺട്രാക്ട് ലോ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ എക്സാംസിനും ഈ ഒരു ചോദ്യം, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റിനെ പറ്റിയുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ ഉണ്ടാവും. കാരണം അത്രയും ടഫായ ഒരു ഭാഗം കൂടിയും. എന്നാൽ പഠിക്കാൻ ക്വാസി കോൺട്രാക്റ്റിനെ പറ്റി, ഈ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റിനെ പറ്റി സാധാരണഗതിയിൽ ഒരു ചോദ്യം ഒരു ഷോർട്ട് നോട്ട് ആവാം, എസ്സേ ക്വസ്റ്റ്യൻ ആവാം, എങ്ങനെയായ കേസ് സ്റ്റഡി ആവാം, ഏതൊരു രൂപത്തിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റിൽ നമ്മൾ 5 തരത്തിലാണ് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് ഉള്ളത്. ഒന്ന്, സപ്ലൈ ഓഫ് നെസസറീസ്, സെക്ഷൻ 68. 2, റൈറ്റ് ടു റിക്കവർ മണി പെയ്ഡ് ഫോർ അനദർ പേഴ്സൺ, സെക്ഷൻ 69. Obligation of person enjoying benefit of non-gracious act, section 70. Responsibility of finders of goods, section 71. Liability for money paid or thing delivered by mistake or under coercion, section 72. ഒരു എക്സാം എഴുതുമ്പോൾ അതിലെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അത് വളരെ ഒരു ഒരു 10 മാർക്ക് ചോദ്യത്തിന് 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ അതിൽ 2 മാർക്കെങ്കിലും ഒരു സെക്ഷൻ വഴി നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള ഒരു 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 അവസരം നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ സെക്ഷൻസ് കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ സെക്ഷൻസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വളരെ ക്രോണോളജിക്കലി ഓർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ്. സെക്ഷൻ 68 to 72 ക്വാസി കോൺട്രാക്റ്റിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാവുന്ന ഒരു കാര്യമാണ്. സാധാരണ എക്സാം പേപ്പറിലൊക്കെ എഴുതുമ്പോൾ നിങ്ങളത് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ദ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് ആർ ബ്രീഫ് ഓർ എക്സ്പ്ലെയിൻഡ് അണ്ടർ സെക്ഷൻ 68 to 72 ഓഫ് കോൺട്രാക്ട് ആക്ട് എന്നങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വളരെയധികം മാർക്ക് അപ്പോൾ തന്നെ ഒരു 2 മാർക്ക് കിട്ടാവുന്ന ഒരു ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റുകളാണ് അതിനുണ്ടാവുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഓരോ എക്സ്പ്ലനേഷൻസും സപ്ലൈ ഓഫ് നെസസറീസ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 68 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ ഒരു എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് തന്നെ അദ്ദേഹം അധികം ഫോക്കസ് ചെയ്യാറില്ല. ഓക്കെ, കാരണം അതിൻ്റെ ആ പെർട്ടിക്കുലർ സെക്ഷന് മാത്രമേ നോക്കുമ്പോൾ തന്നെ ഈസ് ഇംപ്രസ് അബൌട്ട് യുവർ പേപ്പർ. 1 മാർക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന വളരെയധികം ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സെക്ഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം സെക്ഷൻസ് പഠിക്കുകയും അത് എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക്, ഈവൻ കണ്ടന്റ് കുറവാണെങ്കിലും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സെക്ഷനിലൂടെ വാങ്ങാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സപ്ലൈ ഓഫ് നെസസറി സെക്ഷൻ 68 ഉണ്ട്. റൈറ്റ് ടു റിക്കവർ മണി പെയ്ഡ് ഫോർ അനദർ പേഴ്സൺ സെക്ഷൻ 69. ഒബ്ലിഗേഷൻ ഓഫ് പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രേഷ്യസ് ആക്ട് 70. റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡേഴ്സ് ഗുഡ് സെക്ഷൻ 71. ലയബിലിറ്റി ഫോർ മണി പെയ്ഡ് തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഴ്സൺ സെക്ഷൻ 72. ഇത്രയുമാണ് സാധാരണ 5 ക്വാസി കോൺട്രാക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം വരുമ്പോൾ ആദ്യം ക്വാസി കോൺട്രാക്ട് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ എഴുതി കഴിഞ്ഞ് ഇത്രയും ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ഉണ്ട് എന്ന് പറഞ്ഞ് 5 പോയിന്റുകൾ എഴുതി അതിൻ്റെ സെക്ഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പിന്നെ സപ്ലൈ ഓഫ് നെസസറീസ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അതിൻ്റെ സെക്ഷൻ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതത്ര വലിയ പാടുള്ള ഒരു കാര്യമൊന്നുമല്ല. സപ്ലൈ ഓഫ് നെസസറീസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എന്താണ് എന്ന് നമുക്കത് നോക്കാം. സെക്ഷൻ 68 പ്രകാരം ഇഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓർ എനി വൺ ഹൂം ഈസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട് ഈ സപ്ലൈഡ് ബൈ അനദർ വിത്ത് നെസസറീസ് സ്യൂട്ടഡ് ടു ഹിസ് കണ്ടീഷൻ ഇൻ ലൈഫ്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഒരു ബന്ധുവിന്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരൻസ് ഒക്കെ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. ഒരു ബന്ധു, ഒരു എബി എന്ന് പറയുന്ന ഒരു ബന്ധു, അദ്ദേഹത്തിൻ്റെ പാരൻസ് ഒക്കെ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന് കുറേ സ്വത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആർക്കും സഹായിക്കാനില്ല, അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ആരുമില്ല. അദ്ദേഹം ഒരു അനാഥനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സഹായിക്കാൻ തീരുമാനിച്ച് അദ്ദേഹത്തിന് പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം പ്രായപൂർത്തിയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ചെലവാക്കിയ പണത്തിന് തിരിച്ചു വാങ്ങാനുള്ള അധികാര അവകാശങ്ങളുണ്ട്. ഇത്രയുമാണ് അതിൽ പഠിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. എന്നിരുന്നാലും നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എ സപ്ലൈസ് ബി എ ലുനാറ്റിക്. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു വ്യക്തിക്ക് കുറച്ച് സപ്ലൈ നെസസറി സ്യൂട്ടബിൾ ഫോർ ഹിസ് കണ്ടീഷൻ ഇൻ ലൈഫ്. അപ്പോൾ ഒരു ബുദ്ധിക്ക് സ്ഥിരതയില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥിരതയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സർവ നെസസിറ്റീസും കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ആ പറയുന്ന കാര്യം ഈടാക്കാനുള്ള അധികാര അവകാശങ്ങളുണ്ട്. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 68. ഇനി റൈറ്റ് ടു റിക്കവർ മണി പെയ്ഡ് ഫോർ അനദർ പേഴ്സൺ. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നിത്യമായ ജീവിതത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്.
നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി നമ്മൾ ഒരു പൈസ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ, ഒരു സ്ട്രേഞ്ചറിന് കൊടുക്കുമ്പോൾ, നമ്മൾ കൊടുത്ത ആ പൈസ നമ്മുടെ ആ സുഹൃത്തിൽ നിന്ന് ഈടാക്കാനുള്ള അധികാര അവകാശങ്ങൾ കിട്ടുന്നു എന്നുള്ള ആ ഭാഗമാണ് സെക്ഷൻ 69 പറയുന്നത്. എ പേഴ്സൺ ഹു ഹാസ് പെയ്ഡ് സം ഓഫ് മണി വിച്ച് അനദർ ടു ഒബ്ലൈഡ് ടു പേ. അപ്പോൾ ഒരു വ്യക്തി, എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തിരി പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെക്കാം. അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വ്യക്തി എ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാശ് കടം വാങ്ങിച്ചിരുന്നു. എയുടെ ബുദ്ധിമുട്ടുകൾ കാരണം ബിക്ക് ആ പൈസ കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ സി എന്ന് പറയുന്ന വ്യക്തി എയുടെ കടമെല്ലാം തീർത്തു. അങ്ങനെ തീർക്കുമ്പോൾ സിക്ക് എയ്ക്കെതിരെ അല്ലെങ്കിൽ എയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും പൈസ ഈടാക്കാനുള്ള, ആ കടം കൊടുത്ത പൈസ ഈടാക്കാനുള്ള അധികാര അവകാശങ്ങളുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 69 പറയുന്നത്. ഓക്കെ, വളരെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഒന്ന് സഹായിച്ചു, ആ സഹായിച്ചു കഴിഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് റിക്കവറി ആയി കഴിയുമ്പോൾ ആ പറയുന്ന സഹായത്തിന് പ്രതിഫലം വാങ്ങുക അല്ലെങ്കിൽ ആ പറയുന്ന ആ സഹായം തിരിച്ചു കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെ ഇതിൻ്റെ അകത്തും ഉള്ളൂ. അടുത്തതായി സെക്ഷൻ 70, ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രേഷ്യസ് ആക്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, നോൺ ഗ്രേഷ്യസ് ആക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേഷ്യസ് ആക്ട് എന്ന് പറയുന്നത് പരോപകാരം എന്നാണ് അതിനെ പറയുക, ഗ്രേഷ്യസ് ആക്ട്. നോൺ ഗ്രേഷ്യസ് എന്ന് പറയുന്നത് പരോപകാരം ഇല്ലാത്ത, അതായത് പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നോൺ ഗ്രേഷ്യസ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നോൺ ഗ്രേഷ്യസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പരോപകാരം അല്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് സെക്ഷൻ 70 പറയുന്നത്. വെൻ എ പേഴ്സൺ ലോഫുള്ളി ഡസ് എനിത്തിങ് ഫോർ അനദർ ഓർ ഡെലിവറി എനിത്തിങ് ടു ഹിം ടു നോട്ട് ഇൻറ്റൻഡിങ് ടു ഡു ഗ്രേഷ്യസ്ലി. അതായത് പരോപകാരമല്ലാത്ത ഒരു കാര്യം നിങ്ങളൊരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ, ആ കൊടുക്കുന്ന ഉപകാരത്തിൻ്റെ മുകളിൽ തിരിച്ചു പിടിക്കാനുള്ള അധികാര അവകാശങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതിൽ 3 കണ്ടീഷൻസ് ആണ് ഇത് ഫുൾഫിൽ ചെയ്യേണ്ടത്. ദ തിങ്സ് മസ്റ്റ് ബി ഡൺ ലോഫുള്ളി. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഉപകാരം ലോഫുൾ ആയിരിക്കണം. ദ പേഴ്സൺ ഡൂയിങ് ദ ആക്ട് ഷുഡ് നോട്ട് ഹാവ് ഇൻറ്റൻഡ് ടു ഡു ഇറ്റ് ഗ്രേഷ്യസ്ലി. അതായത് നിങ്ങൾ കൊടുക്കുന്ന ആ ഉപകാരം ഒരിക്കലും ഒരു പരോപകാരമായിട്ട് കണക്കാക്കപ്പെടരുത്. ദ പേഴ്സൺ ഫോർ ഹൂം ദ ആക്ട് ഇസ് ഡൺ മസ്റ്റ് ഹാവ് എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് ദ ആക്ട്. നിങ്ങൾ കൊടുത്ത ആ പരോപകാരത്തിൻ്റെ മുകളിൽ ആ പറയുന്ന വ്യക്തി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കണം എന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അങ്ങനെ ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ബെനിഫിറ്റിൻ്റെ നിന്ന് നിങ്ങൾക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിഹിതം വാങ്ങാനുള്ള അധികാര അവകാശങ്ങളുണ്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് സെക്ഷൻ 70 പ്രകാരം പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡേഴ്സ് ഗുഡ്സ്. അതായത് നമ്മുടെ സാധാരണഗതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും വരുന്ന അല്ലെങ്കിൽ ഒരു സന്ദർഭങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ വഴി കിടന്ന് ഒരു വസ്തു കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ വരുന്നത് വരെ അത് വളരെയധികം സൂക്ഷിച്ചു വെക്കും, അല്ലേ? അല്ലെങ്കിൽ അത് സാധാരണഗതിയിൽ നമ്മൾ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഒരു വസ്തു കളഞ്ഞു പോയി, ആ വസ്തു നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ വസ്തു നിങ്ങൾക്ക് കിട്ടി, അപ്പം നിങ്ങളത് സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ ഉടമസ്ഥൻ വരുന്നത് വരെ അത് സൂക്ഷിക്കാനുള്ള ഒരു കടമ നിങ്ങൾക്കുണ്ട്. അത്രയാണ് സെക്ഷൻ 71 പറയുന്നത്. എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു കസ്റ്റഡി ഈസ് സബ്ജക്ട് ടു സെയിം റെസ്പോൺസിബിലിറ്റി ആസ് ബെയിലി. നമുക്കെല്ലാവർക്കും അറിയാം ബെയിലി എന്താണ് എന്ന് നമുക്കറിയാം. ബെയിലിയിലൊക്കെ ബെയിൽമെന്റ് എന്ന സെക്ഷനിൽ ബെയിലി എന്ന് പറയുന്ന ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബെയിലി എന്ന് പറയുന്നത് ആ വസ്തു സ്വീകരിക്കുന്ന വ്യക്തിനെയാണ് ബെയിലി എന്ന് പറയുക. അപ്പോ ഇവിടെ പറയുന്നത് ഒരു കളഞ്ഞുപോയ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ബെയിലിയെ പോലെ നിങ്ങളത് സൂക്ഷിക്കണം എന്നാണ് അവിടെ പറയുന്നത്.
നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ആസ് എ ഗസ്റ്റ് ഫൗണ്ട് എ ഡയമണ്ട് റിംഗ് അറ്റ് ദ ബർത്ത്ഡേ പാർട്ടി ഓഫ് വൈ. എക്സ് ടോൾഡ് വൈ ആൻഡ് അതർ ഗസ്റ്റ് അബൌട്ട് ഇറ്റ്. He has performed his duty to find the owner. If he is not able to find the owner, he can retain the ring as bailey. അപ്പോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക്, വൈയുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു റിങ് ഫൗണ്ടായി. അദ്ദേഹത്തിന് ഒരു ഡയമണ്ട് റിങ് കിട്ടി. അപ്പോൾ ഡയമണ്ട് റിങ് അദ്ദേഹം അത് വൈയോട് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു ഗസ്റ്റുകളോട് അത് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ ഓണർ വരുന്നത് വരെ അത് സൂക്ഷിക്കാനുള്ള ആ ഒരു അവകാശം, അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള അവകാശമല്ല, കടമ ആ എക്സിന് ഉണ്ട്. ഇത്രയുമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലയബിലിറ്റി ഫോർ മണി പെയ്ഡ് ഓർ തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കോയേഷൻ. ഇതും സാധാരണ രീതിയിലൊക്കെ നമ്മൾക്ക് പറ്റുന്ന ഒരു ജീവിതത്തിൽ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ച ആൾക്കല്ല ആ പൈസ കൊടുത്തിരിക്കുന്നെങ്കിൽ ആ പൈസ കിട്ടിയ ആളുടെ കടമയാണ് നിങ്ങൾക്ക് തിരിച്ചു തരണമെന്നുള്ളത്. അത്രയുമാണ് ഇതിലകത്ത് പറയുന്നത്. പേഴ്സൺ ടു ഹൂം ദ മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ് ടു ദ പേഴ്സൺ ഹു പെയ്ഡ് ഇറ്റ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് രീതിയിൽ നമ്മളത് പൈസ കൊടുക്കുകയും ആ പൈസ വാങ്ങിച്ച ആള് അത് എനിക്കല്ല തരണ്ടേ, അത് മറ്റൊരാൾക്കാണ് എന്നുള്ള ആ വസ്തുത നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് വരെ ആ പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിക്കേണ്ട കടമ ഉണ്ട്. അണ്ടർ കൊയേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തലും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം നിങ്ങളിൽ നിന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു തരണ്ടേ, ആ പൈസ തിരിച്ചു തരുന്നത് വരെ ആ പൈസ സൂക്ഷിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ എ പേസ് സം മണി ടു ബി ബൈ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് റിയലി ഡ്യൂ ടു സി. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പണം കൊടുത്തു, പക്ഷെ സിക്കാണ് ആ പണം കൊടുക്കേണ്ടത്. ബി മസ്റ്റ് റീഫണ്ട് മണി ടു എ. അപ്പോൾ ബി ആ പൈസ എക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത അവിടെ വരികയാണ്. ഇതാണ് സെക്ഷൻ 72 പറയുന്നത്. അടുത്തതായി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ആൻഡ് ക്വാസി കോൺട്രാക്റ്റിനെ പറ്റി നോക്കാം. സാധാരണഗതിയിൽ ഇതൊക്കെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ആൻഡ് ക്വാസി കോൺട്രാക്ട്. 5 കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി പഠിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ്. ആദ്യത്തെ നമുക്ക് ഭാഗം നോക്കാം, പർപ്പസ്. കോൺട്രാക്ട് വരുന്നത് എങ്ങനെയാണ്? ആ പറയുന്ന പാർട്ടികളുടെ വില്ല്, അതായത് തീരുമാനം അനുസരിച്ചാണ് അവിടെ കോൺട്രാക്ട് ഫോം ആവുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബാധ്യത ക്രിയേറ്റ് ആവുന്നത്. അതേസമയം ക്വാസി കോൺട്രാക്റ്റിൽ എങ്ങനെയാണ്? ക്വാസി കോൺട്രാക്റ്റിൽ ഒബ്ലിഗേഷൻ റിസംബ്ലിങ് ക്രിയേറ്റഡ് ബൈ എ കോൺട്രാക്ട്, അതായത് ഒരു കോൺട്രാക്ട് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒബ്ലിഗേഷൻ ആണ് അവിടെ ഫോം ആവുന്നത് ക്വാസി കോൺട്രാക്ട്. ഫോർമേഷൻ, എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്ട് ആർ പ്രസന്റ്. ഒരു കോൺട്രാക്ട് കൂടുമ്പോൾ അതിൽ എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട്സ് വരണം. പ്രൊപ്പോസൽ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ എന്നുള്ള ആ ഘടനകളൊക്കെ അതിൻ്റെ അകത്ത് വരണം. എന്നാൽ ക്വാസി കോൺട്രാക്റ്റിൽ അങ്ങനെയുള്ള പ്രൊപ്പോസൽ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ എന്നുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും കാണുകയില്ല. അടുത്തതായി എഗ്രിമെന്റ്. എ കോൺട്രാക്ട് ഈസ് എൻ എഗ്രിമെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റുകളാണ് എന്ന് പറയാനും പറ്റില്ല. ഓക്കെ, ഓൾ എഗ്രിമെന്റ്സ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്, ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണത്. ദർ ഇസ് നോ എഗ്രിമെന്റ്. നമ്മൾ ഒരു എഗ്രിമെന്റ് അവിടെ കാണുന്നില്ല, അല്ലെ? ഓഫർ, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഒന്നും കടന്നു പോകുന്നില്ല. നമ്മൾ നേരിട്ട് കൺസിഡറേഷനിലേക്കാണ് സാധാരണഗതിയിൽ ക്വാസി കോൺട്രാക്റ്റിൽ കാണുന്നത്. അടുത്തതായി നേച്ചർ. നേച്ചർ എന്ന് പറയുന്ന കോൺട്രാക്റ്റിൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് നേച്ചറാണ്. അതായത് വളരെ സ്റ്റെപ്പ് ആയിട്ടും അതോടൊപ്പം നിയമപരമായ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയ ഒരു കോൺട്രാക്റ്റ് ആണ്. പക്ഷേ ക്വാസി കോൺട്രാക്ട് ഈസ് നോട്ട് എ ഫുൾ ഫ്ലഡ്ജ്ഡ് വൺ.
ക്വാസി കോൺട്രാക്ട് ഒരിക്കലും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ല. ഒബ്ലിഗേഷൻസ്, കോൺട്രാക്ട് പ്രകാരം ഒബ്ലിഗേഷൻ വരുന്നത് കൺസെന്റ് ഓഫ് പാർട്ടീസ് ആണ്. പക്ഷെ ക്വാസി കോൺട്രാക്റ്റിൽ ഇമ്പോസ്ഡ് ബൈ ലോ. ഇപ്പോൾ കൂലി വർക്കിന്റെ കേസിലാണെങ്കിൽ അതിന്റെ ആ ബാധ്യത ഒക്കെ വരുന്നത് അത് ബന്ധപ്പെട്ട ഒരു ആക്ട് പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ട് ആക്ട് പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ടാക്സി ബന്ധപ്പെട്ടാണെങ്കിൽ ടാക്സി പരമായിട്ടുള്ള ആ ഒരു ആക്ടോ നിയമോ സർക്കുലറോ പ്രകാരമായിരിക്കും അതിന്റെ ഇമ്പോസിഷൻ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ നടത്തിപ്പ് ഉണ്ടാവുന്നത്. ഇത്രയുമാണ് ഈ 5 പോയിന്റാണ് നിങ്ങൾ എസ് എ ചോദ്യമായിട്ട് വളരെ വിപുലീകരിച്ച് എഴുതുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. സാധാരണ ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് ഒരു മിസ്റ്റേക്ക് ഉള്ള രീതിയിൽ, വളരെ മിസ്റ്റേക്ക് ഉള്ള രീതിയിലൊക്കെ തന്ന് അത് മിസ്മാച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരാറുണ്ട്. പക്ഷെ സാധാരണ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങനെയൊന്നും വരണ കാണാറില്ല. എന്നിരുന്നാലും ഇത് നന്നായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയുമാണ് ക്വാസി കോൺട്രാക്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ക്വാസി കോൺട്രാക്ട് എന്താണ്, എന്തൊക്കെയാണ് ക്വാസി കോൺട്രാക്റ്റിന്റെ ഫീച്ചേഴ്സ്, ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാസി കോൺട്രാക്ട് ആൻഡ് കോൺട്രാക്ട്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് തുടർന്നുള്ള വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.